സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ കാറിലിരുന്ന് രാധികയുടെ ആ കലുസ് നോക്കിക്കൊണ്ട് പറയുക, എന്നാലും എൻ്റെ പെണ്ണ്, നീ എന്തിനാ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഓടി ഒളിക്കുന്നത്? എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടും എന്താ ഒരു വാക്കുപോലും സംസാരിക്കാതെ ഓടി മറഞ്ഞത്? നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും. ഈ പാദസരം അത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് തന്നെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അതുവഴി ചിലപ്പോൾ എനിക്കെൻ്റെ പെണ്ണിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തി നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്ന രാധികേനെ. ഈശ്വര, അയാളിനി കണമകത്തുകാരോട് ഈ സംഭവങ്ങളെല്ലാം പറയുമോ? പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക അവിടെ ആലോചിച്ചിരിക്കുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ പുറത്തുനിന്ന് മുത്തശ്ശി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അങ്ങനെ മുത്തശ്ശി അകത്ത് കയറുന്നതും യശോദനെ വിളിക്കുക. എവിടെ നിന്റെ വളർത്തുമോൾ എവിടെ? ആളെ വിളിച്ചതാന്ന് ഇങ്ങോട്ടും. അങ്ങനെ രാധികയും പുറത്തേക്ക് വരുവാണ് കേട്ടോ. ഈ സമയം രാധിക കാണുന്നത് തന്നെ മുത്തശ്ശി ദേഷ്യപ്പെടുക. എടി, നീ വഴിയിൽ വെച്ച് ഒരു പയ്യനെ കരണത്തിടിച്ചോ? എന്താടി, നിനക്ക് ചോദിച്ചതിന് ഉത്തരവില്ലേ? അന്നേരം രാധിക പറഞ്ഞേ, അത് പിന്നെ മുത്തശ്ശി, ഞാൻ അയാളെൻ്റെ കൈ കയറി പിടിച്ചു. അയാളെന്നെ ഉപദ്രവിക്കാൻ വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അന്നേരം മുത്തശ്ശി പറയണേ, യശോദേ, ഇവളുണ്ടല്ലോ, ഇവള് ഏതോ ഒരു ചെക്കനെ കറക്കിയെടുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ അവനും എന്തോ മോശമായിട്ട് പെരുമാറി. ആ സമയം ഇവളെന്താ ചെയ്തെന്നറിയോ? ഇവൾ അവൻ്റെ കാരണത്തിട്ടിടിച്ചു. അതുമാത്രമല്ല, നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ടും അവനെ നല്ലപോലെ പെരുമാറി. ഇനിയിപ്പോൾ അവന് ഇവളോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഇങ്ങോട്ടെങ്ങാനും ആളെയും കൂട്ടി വരുമെന്നാണ് എൻ്റെ പേടി. മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് ഓരോന്ന് ഒപ്പിച്ച് വെച്ചോളും. ഇവളോട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും എത്ര പറഞ്ഞാലും ഇവൾ കേൾക്കില്ല. അതെങ്ങനെയാ? ഇവളെ കയറൂരി വിട്ടിരിക്കുമല്ലേ അച്ഛനും അമ്മയൊക്കെ. അന്നേരം രാധികാരണേ, അമ്മേ, സത്യമായിട്ടും അയാൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഈ സമയം യശോദ പറയണേ, അമ്മേ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളെ ആ പയ്യൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചായിരുന്നല്ലേ അങ്ങനെ ചെയ്തത്. ഇനി അതിൻ്റെ പേരിൽ ആരെങ്കിലും ഇവിടെ ചോദിക്കാൻ വന്നാലും അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് വെറുതെ എല്ലാ കുറ്റവും എൻ്റെ മോളുടെ തലയിൽ കെട്ടിവെക്കരുത്. അത് ഞാൻ മിണ്ടാതെ നിന്ന് കേട്ടുമെന്ന് വരില്ല. എൻ്റെ മോള് എന്നോടൊന്നും മറച്ചു വെക്കാറില്ല. പിന്നെ ഈ കാര്യം പറയാതിരുന്നത് ഇതറിഞ്ഞാൽ നമ്മളൊക്കെ വിഷമിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാം. അതേക്കും മുത്തശ്ശി വരണേ, ഓ അത് ശരി, നിൻ്റെ പുന്നാര മോള് ഒന്നും മറച്ചു വെക്കാറില്ല അല്ലേ? അല്ല, കഴിഞ്ഞ പിറന്നാളിന് ദേവൻ ഇവൾക്കൊരു വെള്ളിക്കൊലിസ് വാങ്ങിക്കൊടുത്തില്ലേ? ആ കൊലിസ് എവിടെ? അത് എവിടെ പോയെന്ന് ഇവളോട് നീ ചോദിക്കേ. എന്നിട്ട് മുത്തശ്ശി അതിൻ്റെ ഒരു കൊലിസ് എടുത്തുകൊണ്ട് വരുക. ദേ കണ്ടില്ലേ, ഒരു കൊലിസേ ഉള്ളൂ, മറ്റൊരു ഇവൾ എവിടെയോ കൊണ്ട് കളഞ്ഞിരിക്കുക. അന്നേരം രാധിക വരണേ, അത് പിന്നെ അമ്മേ, അതെവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ഈ സമയം മുത്തശ്ശി വരണേ, കണ്ടില്ലേ, ഇതാണോ നീ പറഞ്ഞത് ഇവൾ ഒരു കാര്യവും നിന്നോട് മറച്ചു വെക്കില്ലെന്ന്? ഇനി ഇതുപോലെ ഇവൾ എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാവും. ദേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് സന്ധ്യ ആവുന്നതിന് മുമ്പ് ഇതിൻ്റെ മറ്റേ കൊലിസും എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് നീ വരാവൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ആ കൊലിസ് രാധികയുടെ നേരെ എറിഞ്ഞിട്ട് അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക അമ്മയുടെ അടുത്ത് വന്ന് പറയണേ, അമ്മേ, ഞാൻ സത്യമോ പറഞ്ഞത്? ഇവിടെ വിവാഹത്തിൻ്റെ തിരക്കുകളും മറ്റുമൊക്കെ നടക്കുമല്ലേ, അത് കാരണം ഞാൻ ഈ കാര്യം പറയാഞ്ഞത്. അന്നേരം രാധികനെ ചേർത്ത് പിടിച്ചിട്ട് യശോദ വരണേ, അമ്മക്കറിയാം ആ തിരക്കുകൾക്കിടയിൽ ഇനി ഈ കാര്യം കൂടി പറഞ്ഞ് അച്ഛനെ അമ്മേനെ വിഷമിപ്പിക്കേണ്ടെന്ന് നീ കരുതി. സാരമില്ല, എന്താണെങ്കിലും സന്ധ്യയ്ക്ക് മുമ്പ് ഇതിൻ്റെ ഒരു കൊലുസും കൂടി കണ്ടില്ലെങ്കിൽ അമ്മ നിനക്ക് സൗകര്യം തരില്ല. അതുകൊണ്ട് മോള് കടയിൽ പോയി ഇതിൻ്റെ ഒരു പേര് കൂടി വാങ്ങിയിട്ട് വാ, അമ്മ അതിനുള്ള പൈസ തരാം, മോളിച്ചില്ലേ. പിന്നീട് കാണിക്കുന്നത് വരണൊരു സ്വർണ്ണക്കടയിൽ കയറി ആ കൊലുസ് കാണിക്കുവാണ്ടോ. ഇത് ഈ കടയിൽ നിന്ന് മേടിച്ചതാണോ എന്ന് നോക്കണം, എനിക്കിതിൻ്റെ പേര് കൂടി വേണം. അങ്ങനെ അയാൾ ആ പാദസരമൊക്കെ പരിശോധിക്കുക. എന്നിട്ട് പറയണേ, ഇത് ഇവിടെ നിന്ന് മേടിച്ചതല്ല, സാരമില്ല, സാറിന് ഇതിൻ്റെ പേരാ വേണമെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് തരാം. അന്നേരം വരുൺ പറഞ്ഞേ, അല്ല, എനിക്കിത് പണിത കടയിൽ നിന്ന് തന്നെ പേര് വേണം. പേര് മാത്രമല്ല, എനിക്കിത് വാങ്ങിച്ചാളുടെ ഡീറ്റെയിൽസ് കൂടി വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. അന്നേരം ആ കടക്കാരൻ പറയണേ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ദേ സാറേ, ഈ കടേൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയും കൂടിയുണ്ട്. ഈ പ്രദേശത്ത് ഈ 2 കടകൾ മാത്രമേ ഉള്ളൂ. സാറ് ചിലപ്പോൾ ആ കടയിലൊന്ന് ചോദിച്ചു നോക്ക്, മിക്കവാറും അവിടെയായിരിക്കും ഇത് പണിതിട്ടുണ്ടാവുക. ഓ, എന്നാൽ ശരി, താങ്ക് യു ചേട്ടാ. അങ്ങനെ പറഞ്ഞ് വരണം അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേ സമയം രാധികയാണെങ്കിൽ ആ കടയിലെത്തി ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ പാദസരം അയാൾക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പേർ വേണമെന്ന് പറയുവാണ് കേട്ടോ. ഈ സമയം അയാളത് പരിശോധിച്ചിട്ട് പറയണേ, ഇപ്പോൾ ഇത് പണിയുന്നില്ല, ഏതാണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട്, കുട്ടി അത് സെലക്ട് ചെയ്തോളൂ, ഇത് ഞാൻ എടുത്തോളാം. എന്നിട്ട് കുട്ടി അതിന് പകരം പുതിയൊരു പേർ പാദസരം എടുത്തോളൂ, ഇതിൻ്റെ കാശ് കുറച്ചിട്ട് ബാക്കി തന്നാൽ മതി. അങ്ങനെ രാധിക പാദസരം സെലക്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുവാണ് കേട്ടോ. അങ്ങനെ പാദസരമൊക്കെ സെലക്ട് ചെയ്ത് പൈസ കൊടുക്കാനായിട്ട് രാധിക അവിടെ കാത്തു നിൽക്കുമായിരിക്കും. ഈ സമയത്താണ് വരുൺ ഈ ഒരു കടയിലേക്ക് ക്രോസ് ചെയ്ത് എത്തുന്നത്. അങ്ങനെ വരുൺ കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ചേച്ചി ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ് വരുണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, സാറേ, ഇതുവരെ ഒന്നും വിറ്റ് പോയിട്ടില്ല, എന്തെങ്കിലും ചെയ്തൊന്ന് സഹായിക്കും സാറേ എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ വരുണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്താണ് രാധിക സാധനമൊക്കെ ആയിട്ട് ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോഴായിരിക്കും പുറത്ത് നിൽക്കുന്ന വരുണിനെ കാണുന്നത്. അത് കാണുന്നതും രാധിക വീണ്ടും അകത്തേക്ക് ഓടിപ്പോകുക. എന്നിട്ട് പതിയെ പതിയെ വന്ന് വാതിൽ തുറന്ന് വരുണിൻ്റെ മുമ്പിൽ ചെന്ന് പെടാതെ വരുണിൻ്റെ ബാക്കിൽ കൂടി അവിടെ നിന്ന് പോയി ഒരു കാറിൻ്റെ അവിടെ മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ.
ഈ സമയം വരുൺ ആ സ്ത്രീക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ലോട്ടറി ടിക്കറ്റും വാങ്ങി അകത്തേക്ക് കയറുവാണ്. അന്നേരം വരുൺ കടക്കാരനോട് ചോദിക്കണേ, ചേട്ടാ എനിക്ക് ഈ പാദസരത്തിൻ്റെ പേര് വേണം. ഈ പാദസരം ഇവിടെ നിന്നാണോ വാങ്ങിച്ചത്? അന്നേരം ആ ചേട്ടൻ പറയണേ, അതെ, ഇതിവിടെ പണിതതാ, ഇതിൻ്റെ പേരതാ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് വരുണിന് ആ പേരെടുത്ത് കൊടുക്കുക. അല്ല ചേട്ടാ, ഇതെങ്ങനെ? ഇതിൻ്റെ പേര് വേണമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വന്നിരുന്നു. ഇതേ മോഡൽ ഇപ്പോൾ കിട്ടാത്ത കാരണം മറ്റൊരു പാദസരം വാങ്ങി ആ കുട്ടിതാ ഇപ്പോൾ പോയതേ ഉള്ളൂ. ഇപ്പോഴോ? ചേട്ടാ, ഞാൻ ആ കുട്ടി അന്വേഷിച്ചാൽ വന്നത്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വരുൺ വേഗം തന്നെ പുറത്തൊക്കെ പോയി നോക്കുവാണ് കേട്ടോ. അങ്ങനെ വരുണും രാധിക മറിഞ്ഞിരിക്കുന്ന ആ കാറിൻ്റെ അവിടേക്ക് വന്ന് രാധിക എങ്ങോട്ടാണ് പോയതെന്ന് തിരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കയ്യിലിരിക്കുന്ന ആ കൊലുസ് നോക്കിയിട്ട് പറയണേ, ഇത്തവണയും താൻ എൻ്റെ മുമ്പിൽ നിന്ന് മിസ്സായല്ലേ? സാരമില്ല, എന്താണെങ്കിലും ഞാൻ എന്നിട്ട് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞല്ലോ. ഇതിൻ്റെ പേരെന്താണെങ്കിലും ഞാൻ വാങ്ങാൻ പോകുക. തൻ്റെ കാലുകളിൽ പൊതഞ്ഞു കിടന്നിരുന്ന ആ പാദസരം ഇനിയിപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ വരൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് രാധിക അവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലേക്ക് പോകുവാണ്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെയാണ്. അശ്വതിയാണെങ്കിൽ പലതവണ വിനയ മാമിൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്നാൽ അവർ കോൾ എടുക്കുന്നില്ല. അന്നേരം അശ്വതി പറയണേ, വിനയ മാഡം ഇതുവരെ കോൾ എടുത്തില്ലല്ലോ. അന്നേരം ശ്യാമ പറയണേ, അവർക്ക് എന്തെങ്കിലും തിരക്കിലായിരിക്കും, ഷൂട്ടിലോ മറ്റോ ആയിരിക്കും, നമുക്കെന്താണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കാം. എന്താണെങ്കിലും എൻ്റെ മോള് എൻ്റെ കയ്യത്തും ദൂരത്ത് തന്നെ ഉണ്ടല്ലോ, ഒരു മറക്കിപ്പുറോ ഞാനും എൻ്റെ മോളും. അവളുടെ രക്തമല്ലേ എൻ്റെ ഈ നരമ്പിലൂടെ ഒഴുകുന്നത്. മാഡത്തിനോട് ചോദിച്ചില്ലെങ്കിലും എനിക്കുറപ്പാ അതെൻ്റെ മോള് തന്നെയാ. അന്നേരം അശ്വതി പറയണേ, എന്നാലും നമുക്കങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ആ ഡോക്ടർ പറഞ്ഞത് വിനയ മാഡത്തിൻ്റെ അനിയത്തിയാണ് ആ കുട്ടീന്നല്ലേ, അപ്പം പിന്നെ എങ്ങനെ അത് ശ്യാമയുടെ മോളാകും? അന്നേരം ശ്യാമ പറയുക, ബന്ധം പല രീതിയിലാവാമല്ലോ. ചിലപ്പോൾ എവിടെയെങ്കിലും കിടന്ന് അനാഥയായിട്ട് കിട്ടിയതായിരിക്കില്ല ആ കുഞ്ഞിനെ, എന്നിട്ട് എടുത്തു വളർത്തുന്നതാണെങ്കിലോ? എന്താണെങ്കിലും എനിക്കുറപ്പാ അത് എൻ്റെ മോള് തന്നെയാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളെ കണ്ണു നിറച്ച് കാണാൻ എനിക്ക് എൻ്റെ ഭഗവാൻ അവസരം തരും. ഈ സമയം അശ്വതി പറയുന്നുണ്ട്, പിന്നെ ശ്യാമെ, ഹോസ്പിറ്റലിൽ വെച്ച് നിനക്ക് ബ്ലഡ് വന്നതും പിന്നീട് ആ കുട്ടി വിനയ മാമിൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതോ ഒരു വഴി കൂടി ഐശ്വര്യ അറിഞ്ഞിട്ടുണ്ട്. അത് കാരണം നമ്മൾ കുറച്ചുകൂടി സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. അന്നേരം ശ്യാമ പറഞ്ഞ്, അതൊക്കെ നമുക്ക് നോക്കാം ചേച്ചി. നമുക്ക് ആരെങ്കിലും കൊണ്ട് വിനയ മാഡത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് സംഘടിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോകാമല്ലോ. അന്നേരം അശ്വതി പറഞ്ഞേ, അതൊന്നും വേണ്ട. തൽക്കാലം ഈ അവസ്ഥയിൽ യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. 4-5 ദിവസത്തേക്ക് ഫുൾ ബെഡ് റെസ്റ്റ് വേണം. ഞാനെന്താണെങ്കിലും ഒന്നും കൂടി വിളിച്ചു നോക്കാം. അന്നേരം ശ്യാമ പറയണേ, ചേച്ചിയും തന്നെ ഞാനൊന്ന് വിളിക്കാം. അങ്ങനെ ശ്യാമ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. അന്നേരം വിനയ മാഡത്തിൻ്റെ അസിസ്റ്റൻ്റിൻ്റെ കയ്യിലായിരിക്കും ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ വിനയ മാം ചോദിക്കണേ, അല്ല ആരായി വിളിക്കുന്നത്? അറിയില്ല മാഡം, കുറച്ച് നേരം വിളിക്കുന്ന മാഡത്തിൻ്റെ ഏതെങ്കിലും ഫാനായിരിക്കും. എവിടെ നോക്കട്ടെ. അങ്ങനെ ഫോൺ മേടിക്കാൻ പോകുമ്പോഴേക്കും കട്ടായി പോകുവാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ ഷൂട്ട് റെഡിയായി എന്ന് പറഞ്ഞ് ആൾ വന്ന് വിളിക്കുമ്പോൾ വിനയ മാഡം ഷൂട്ടിന് പോകുവാണ്. അതുകൊണ്ട് തന്നെ ശ്യാമയ്ക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതമിനെ ഉണ്ടോ. അങ്ങനെ ഗൗതമിനെ തള്ളിയിട്ടിയത് അറിഞ്ഞ് ആ ഫ്രണ്ട്സ് എല്ലാം ഗൗതമിനെ ഇങ്ങനെ കളിയാക്കുക. ഈ സമയം അതിലൊരുത്തം പറയണേ, എന്താണെങ്കിലും ആ തന്ത്രികളുടെ വീട്ടിലെ വേലക്കാരി ഒരു മുതൽ തന്നെയാണ്. അന്ന് ആ പ്രിയങ്കയെ കടത്താൻ പോയപ്പോൾ ടോർച്ചിൻ്റെ വെട്ടത്തിൽ ഞാൻ കണ്ടതാ. ഇവൻ കയറി പിടിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. അന്നേരം മറ്റൊരുത്തം പറയുക, ഈ തിരുമേനികളെ വീടിൻ്റെ അവിടെ വല്ല രക്ഷയോ മറ്റോ കുഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവിടെ ആദ്യം നമ്മൾ കയറിയപ്പോൾ ഇവൻ്റെ കണ്ണടിച്ചു പോയി. ഒരു ദിവസം മുഴുവൻ ഇവന് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല. ഇപ്പോൾ രണ്ടാമത് പോയപ്പോഴാണെങ്കിൽ നാട്ടുകാരോ പെണ്ണും ചേർന്ന് പെരുമാറിയില്ലേ, ഇവൻ്റെ ശരീരമെല്ലാം ചതച്ചില്ലേ. ഈ സമയം അവരുടെ കളിയാക്കലൊക്കെ കേട്ടിട്ട് ഗൗതമിന് ദേഷ്യം വരുന്നുണ്ട്. നിർത്തിക്കോല്ലാം, ഇതിനെന്താണെങ്കിലും ഞാൻ അവളോട് പകരം ചോദിച്ചിരിക്കും. ഇന്ന് ഞാൻ അവളെ പൊക്കും. അന്നേരം അവർ പറഞ്ഞേ, നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട, നീ കുറച്ച് നേരം സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാൻ നോക്ക്. അന്നേരം ഗൗതം പറഞ്ഞേ, ഇങ്ങനെ തന്നെ ഈ അവസ്ഥയിലാക്കി അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഉറക്കം വരാനാ? അങ്ങനെ വരണമെങ്കിൽ അവൾ ഇന്ന് എൻ്റെ കൂടെ വേണം, അവളും ഇന്ന് എൻ്റെ കൂടെ ഉറങ്ങണം. ഞാനിപ്പോൾ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകുക, അവളെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരാനായിട്ട്. എടാ, അത് വരുൺ കല്യാണം കഴിച്ച വീടല്ലേ, അതിനെന്താ, അത് അവൻ്റെ കാര്യം, ഇതെൻ്റെ കാര്യം. നിങ്ങളെൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ. അങ്ങനെ ഗൗതമിൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സും അവിടെ നിന്ന് രാധികയുടെ വീട്ടിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ആ ഒരു സീനാണ് കേട്ടോ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രിയിൽ രാധിക വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലെത്തുമ്പോൾ പുറത്തെന്തോ ഒരു ഒച്ചയും ബഹളമൊക്കെ കേൾക്കുവാണ്. അങ്ങനെ രാധിക അടുക്കള വാതിൽ തുറക്കുമ്പോൾ ബാക്കിൽ കൂടി വന്ന് ഗൗതം രാധികയുടെ വാപത്തുവാണ്. അങ്ങനെ ഗൗതവും കൂട്ടാരും കൂടി രാധികയെ കടത്തിക്കൊണ്ട് പോകുന്നൊരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്താകുന്നു സംഭവിക്കാൻ പോകുന്നത്, രാധിക ആരായിരിക്കും രക്ഷിക്കാൻ പോകുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്